മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി നമുക്കൊപ്പം ഉണ്ട്. ഷഹീദ്, സാധാരണ നില ആശുപത്രി പ്രവർത്തിക്കുന്നു എന്നത് ആശ്വാസകരമാണ്. അതേസമയം വളരെ പ്രധാനപ്പെട്ട ഒരു ആതുരാലയത്തിൽ ഇങ്ങനെയൊരു പ്രതിസന്ധി ഉണ്ടായത് ഗൗരവതരമാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായ പൊട്ടിത്തെറി, തീപിടുത്തം ഉൾപ്പെടെയുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോഴാണ് വീണ്ടും തൊട്ടടുത്ത വളരെ പ്രധാനപ്പെട്ട ആശുപത്രിയിൽ ഏറെക്കുറെ സമാനമായൊരു സംഭവം ഉണ്ടാകുന്നത്. എങ്ങനെയാണ് തെർമോക്കോൾ മുകളിൽ വന്നത്? ഇത് ഈ മുകളിൽ താൽക്കാലിക നിർമ്മിതിയായിരുന്നു, കൃത്യമായ സാങ്കേതികതയൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള നിർമ്മാണമാണ്, അങ്ങനെയാണ് എന്നത് ആശുപത്രി പറയുന്നുണ്ടെങ്കിലും അക്കാര്യത്തിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കൂടുതലായി എന്തെങ്കിലും കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ടോ? എത്രത്തോളം ശ്രമകരമായിരുന്നു ഇന്നത്തെ അവരുടെ ദൗത്യം? തീർച്ചയായും വളരെ ആശങ്കയുണ്ടാക്കുന്നതായിരുന്നു. ഭയാനകമായ സിറ്റുവേഷൻ ആയിരുന്നു രാവിലെ ഉണ്ടായിരുന്നത്. ഏകദേശം രാവിലെ 9:30 കൂടിയാണ് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ അതിൻ്റെ മുകൾ നിലയിൽ 9ാം നിലയിൽ അവിടെ AC-യുടെ പ്ലാന്റ് നിൽക്കുന്ന സ്ഥലമാണ്. നമ്മൾ മനസ്സിലാക്കിയത് ഒരു ചില്ലറ യൂണിറ്റ്, പുതിയ ചില്ലറ യൂണിറ്റ് അവിടെ സ്ഥാപിച്ചതായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് സ്ഥാപിച്ചത്. ആ ഭാഗത്താണ് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്, അതിൻ്റെ ആവിർഭാവം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ പുതിയ യൂണിറ്റ് സ്ഥാപിച്ചതുകൊണ്ട് ഹോസ്പിറ്റലിലെ മറ്റ് AC സർക്കുലേഷൻ സംവിധാനത്തിലേക്ക് അത് ബാധിച്ചില്ല എന്നുള്ളത് വളരെ ആശ്വാസകരമായ കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കിയിടത്തോളം ആശുപത്രിയിൽ തന്നെയുള്ള ഈ അഗ്നിശമന ഉപകരണങ്ങൾ ഉപയോഗിച്ച് തന്നെ വളരെ പെട്ടെന്ന് അത് ശമിക്കാനുള്ള അല്ലെങ്കിൽ തീ കെടുത്താനുള്ള ശ്രമം അധികൃതരുടെ ഭാഗത്തുണ്ടായി, ആശുപത്രി അധികൃതരുടെ ഭാഗത്തുണ്ടായി. അതിന് ഇവിടെ കൂട്ടിരിപ്പിന് വന്ന പല ആളുകളും അതിനെ സഹായിച്ചു എന്നുള്ളത്. നമ്മൾ അവിടെയുള്ള ഒരു രോഗി കൂട്ടിരിപ്പായി വന്ന ഒരു നാട്ടുകാരനുമായി ഒരു ആളുമായി ചെറുപ്പക്കാരുമായി സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് ആശുപത്രി അധികൃതർ വളരെ പെട്ടെന്ന് തന്നെ ഈ ഉപകരണങ്ങൾ നമുക്ക് ലഭ്യമാക്കി, അതുപയോഗിച്ച് വളരെ പെട്ടെന്ന് തീ അണക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോയി എന്നുള്ളതാണ്. ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുണ്ട്. തീ പൂർണ്ണമായും അണച്ചു കഴിഞ്ഞു? ഇപ്പോൾ അണച്ചു കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം വളരെ പ്രയാസകരമായിരുന്നു സാഹചര്യം. പ്രയാസകരമായിരുന്നു. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫയർ ഓഫീസർമാർ ബ്രീഫ് ചെയ്യുന്നതായിരിക്കും. പൂർണ്ണമായും ഫയർ ഉദ്യോഗസ്ഥർ മാറില്ല, അവിടെ ഉണ്ട്. നിങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ഇത് ഏറെക്കുറെ ഇവിടെ പൂർണ്ണമായി അണയ്ക്കാൻ പറ്റിയിരുന്നോ? ഇല്ല, ഞങ്ങൾ വന്നതിന് ശേഷമാണ് പ്രാഥമിക നടപടികൾ തുടങ്ങി. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വന്ന ശേഷമാണ് സൂചിപ്പിച്ചതുപോലെ തന്നെ അത് പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞത്. പ്രാഥമികമായും ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള നടപടികളുണ്ടായി. സൂചിപ്പിച്ചതുപോലെ തന്നെ ആശുപത്രി കേന്ദ്രീകരിച്ച് അഗ്നിബാധ ഉണ്ടാകുന്ന വളരെ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം പ്രത്യേകിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവിടെ CPU പൊട്ടിത്തെറിച്ചായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്ന അപകടമുണ്ടായിരുന്നു. ഇവിടെ സമാനമായ രീതിയിൽ മറ്റൊരു അപകടം കൂടി ഉണ്ടാകുന്നു. അപ്പോൾ ആശുപത്രിയിലേക്ക് സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു സുരക്ഷാ ഓഡിറ്റിംഗ് അത്തരം സംവിധാനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്നതാണ് വൈപ്പ്.